ഹായ്, ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള സിലബസിൻ്റെ 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ചാപ്റ്റർ 3 മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന ചാപ്റ്ററിലെ എക്സസൈസാണ് നമ്മൾ ചെയ്യുന്നത്. പേജ് നമ്പർ 71-ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: എ ബോക്സ് കണ്ടെയ്ൻസ് 6 ബ്ലാക്ക് ആൻഡ് 4 വൈറ്റ് ബോൾസ്. ഇഫ് എ ബോൾ ഈസ് ടേക്കൺ ഫ്രം ഇറ്റ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് ബീയിങ് ബ്ലാക്ക് ആൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് ബീയിങ് വൈറ്റ്? അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഒരു ബോക്സിനകത്ത് 6 ബ്ലാക്ക് ബോളും 4 വൈറ്റ് ബോളും ഉണ്ട്. ഇഫ് എ ബോൾ ഈസ് ടേക്കൺ ഫ്രം ഇറ്റ്, അതിൽ നിന്നും ഒരു ബോൾ എടുക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് ബീയിങ് ബ്ലാക്ക്? അത് ആ എടുക്കുന്ന ബോൾ ബ്ലാക്ക് ആകാനുള്ള പ്രോബബിലിറ്റിയാണ് നമുക്ക് കാണേണ്ടത്. അതുപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് ബീയിങ് വൈറ്റ്, അത് എടുക്കുന്ന ബോൾ വൈറ്റ് ആകാനുള്ള പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കണം. ഇത് രണ്ടെണ്ണമാണ് നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഒരു ബാഗിനകത്ത് 6 ബ്ലാക്ക് ബോളും 4 വൈറ്റ് ബോളും ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എന്ന് പറയുന്നത് 6 4 10 ബോൾസ് ആണ് ഉള്ളത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്, നമ്മൾ ഇതിൽ നിന്നും ഒരു ബോൾ ചൂസ് ചെയ്യുമ്പോൾ അത് ബ്ലാക്ക് ആകാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം എഴുതാം: പി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് ബോൾ. പി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള ചാൻസ്, ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ആണ്. അപ്പോൾ ഇവിടുത്തെ ബ്ലാക്ക് ബോളിൻ്റെ ഫേവറബിൾ ഔട്ട്കംസ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ബ്ലാക്ക് ബോൾസിൻ്റെ എണ്ണമാണ്. ഇവിടുത്തെ ബ്ലാക്ക് ബോൾസിൻ്റെ എണ്ണം എത്രയാണ്? 6 ബ്ലാക്ക് ബോൾസ് ആണ് ഉള്ളത്. അപ്പോൾ 6 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്, അതായത് ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എത്രയാണ്? 10 എണ്ണം. അപ്പോൾ 6/10 ആയിരിക്കും ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി. ഇതിനെ നമുക്ക് ഒന്നുകൂടെ ചെറുതാക്കി എഴുതാം. 6നെ നമുക്ക് 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം, അപ്പോൾ 3 കിട്ടും. 10നെ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം, 5 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ 3/5 ആയിരിക്കും ഇതിൻ്റെ ആൻസർ. അപ്പോൾ ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? 3/5 ആണ്. ഇനി രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് പി ഓഫ് ഗെറ്റിംഗ് വൈറ്റ് ബോൾ ആണ്. അതായത് വൈറ്റ് ബോൾ കിട്ടാനുള്ള ചാൻസ് ആണ്. അപ്പോൾ പി ഓഫ് ഗെറ്റിംഗ് വൈറ്റ് ബോൾ കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുമ്പം നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്, അതാണ്. ഇവിടെ എത്രയാണ് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ്? അതായത് വൈറ്റ് ബോൾ എത്രയാണ് ഉള്ളത്? 4 എണ്ണം. അപ്പം 4 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയാണ്? 10 തന്നെ, 4/10. അതിനെ നമുക്ക് ഒന്നുകൂടെ ചെറുതാക്കാം. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 2. 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5. അതായത് 2/5 ആയിരിക്കും പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൈറ്റ് ബോൾ. അപ്പം വളരെ എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അതായത് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ നമുക്കറിയാം: നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. അപ്പോൾ ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള ചാൻസ്, ബ്ലാക്ക് ബോൾ എന്ന് പറയുന്നത് ബ്ലാക്ക് ബോളിന്റെ എണ്ണം എത്രയാണ് ഇവിടെ? 6 എണ്ണം. 6 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയാണ്? 10. അപ്പോൾ 6/10. പിന്നെ അതിനെ നമ്മൾ കുറച്ചുകൂടി ചെറുതാക്കി എഴുതിയെന്നേ ഉള്ളൂ, 3/5. ഇനി അതുപോലെ വൈറ്റ് ബോൾ കിട്ടാനുള്ള ചാൻസ്. അപ്പോൾ വൈറ്റ് ബോൾ കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? വൈറ്റ് ബോളിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് വൈറ്റ് ബോൾസ്. വൈറ്റ് ബോൾസിന്റെ എണ്ണം എത്രയാണ്? 4. 4 ടോട്ടൽ എത്രയാണ്? 10. അപ്പം 4/10 എന്ന് പറഞ്ഞാൽ 2/5 ആയിരിക്കും. ഇതായിരിക്കും ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: there are 3 red balls and 7 green balls in a bag, 8 red balls and 7 green balls in another. What is the probability of getting a red ball from the first bag? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഒരു ബാഗിൽ 3 റെഡ് ബോളും 7 ഗ്രീൻ ബോളും ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു ബാഗിൽ 8 റെഡ് ബോളും 7 ഗ്രീൻ ബോളും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ബാഗിൽ നിന്നും റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്ര? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫ്രം സെക്കൻഡ് ബാഗ്, അതായത് സെക്കൻഡ് ബാഗിൽ നിന്നും റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്ര? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് ഓൾ ദ ബോൾസ് ആർ പുട്ട് ഇൻ എ സിംഗിൾ ബാഗ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ ഫ്രം ഇറ്റ്? അപ്പോൾ ഈ 2 ബാഗിലെ ബോളും കൂടെ ഒരു സിംഗിൾ ബാഗിലേക്ക് ആക്കിയാൽ അതിൽ നിന്നും റെഡ് ബോൾ കിട്ടാനുള്ള ചാൻസ് എത്ര? അപ്പോൾ ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ ഫസ്റ്റ് ബാഗിൽ 3 റെഡും 7 ഗ്രീനും അല്ലേ? അപ്പോൾ ടോട്ടൽ എത്ര ബോളാണുള്ളത്? 7 3 10 ബോളാണ് ഉള്ളത്. രണ്ടാമത്തെ ബാഗിലോ 8 റെഡും 7 ഗ്രീനുമാണ്. അപ്പോൾ ടോട്ടൽ 15 ആണ്. ഇനി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പി ഓഫ് ഗെറ്റിംഗ് റെഡ് ബോൾ ഫ്രം ഫസ്റ്റ് ബാഗ്. ഗെറ്റിംഗ് റെഡ് ബോൾ ഫ്രം ഫസ്റ്റ് ബാഗ്.
ആദ്യത്തെ ബാഗിൽ നിന്നും റെഡ് ബോൾ കിട്ടണം. അപ്പോൾ ആദ്യത്തെ ബാഗിൽ റെഡ് എത്രയാണുള്ളത്? 3 ബൈ ടോട്ടൽ എത്രയാണ്? 10. 3/10 ആയിരിക്കും അതിൻ്റെ ആൻസർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പി ഓഫ് ഗെറ്റിംഗ് റെഡ് ബോൾ ഫ്രം സെക്കൻഡ് ബാഗ്. അപ്പോൾ സെക്കൻഡ് ബാഗിൽ എത്ര റെഡ് ബോൾ ആണുള്ളത്? 8 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. ടോട്ടൽ എത്രയാണ്? സെക്കൻഡ് ബാഗിൽ ടോട്ടൽ 15. അപ്പോൾ 8/15 ആയിരിക്കും സെക്കൻഡ് ബാഗിൽ നിന്നും റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ഇത്രയും ബോളുകളും കൂടെ ഒരുമിച്ച് ഒറ്റ ഒരു ബാഗിലാക്കിയാൽ, അതായത് ഈ 10ഉം ഈ 15ഉം കൂടെ, ആദ്യത്തെ 10 ബോളും രണ്ടാമത്തെ 15 ബോളും കൂടെ ഒറ്റ ഒരു സിംഗിൾ ബാഗിനകത്ത് ആക്കുകയാണ്. അപ്പോൾ ടോട്ടൽ എത്ര ബോൾ കാണും? ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എന്ന് പറയുന്നത് 10 + 15, അതായത് 25 ബോൾസ് കാണും. അതിൽ നമുക്ക് റെഡ് കിട്ടാനുള്ള ചാൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പി ഓഫ് ഗെറ്റിംഗ് റെഡ് ബോൾ ഈക്വൽ ടു എത്രയായിരിക്കും? അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് റെഡ് ബോൾസ് അവിടെ എത്രയാണ്? ഇവിടെ 3 ഉണ്ട്, ഇവിടെ 8 ഉണ്ട്. അപ്പോൾ ടോട്ടൽ റെഡ് ബോൾസ് 8ഉം 3ഉം കൂടെ കൂട്ടുമ്പോൾ 11 ആണ് വരുന്നത്. അപ്പോൾ 11 ഡിവൈഡഡ് ബൈ 25 ആയിരിക്കും അതിൻ്റെ ആൻസർ. അപ്പോൾ ഈ മൂന്ന് ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. അതായത് ഫസ്റ്റ് ബാഗിൽ നിന്ന് റെഡ് ബോൾ കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? ഫസ്റ്റ് ബാഗിലെ റെഡ് ബോളിൻ്റെ എണ്ണം ഡിവൈഡഡ് ബൈ അതിലെ ടോട്ടൽ നമ്പർ. അപ്പോൾ 3/10. സെക്കൻഡ് ബാഗിൽ നിന്ന് റെഡ് ബോൾ കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? സെക്കൻഡ് ബാഗിലെ റെഡ് ബോളിൻ്റെ എണ്ണം ഡിവൈഡഡ് ബൈ അവിടുത്തെ ടോട്ടൽ. അപ്പോൾ 8/15. ഇനി മൊത്തം കൂടെ ഒറ്റ സിംഗിൾ ബാഗിലേക്ക് ആക്കുകയാണെങ്കിൽ അപ്പോൾ ടോട്ടൽ എത്ര വരും? 10ഉം 15ഉം കൂടെ കൂട്ടുമ്പോൾ 25 എണ്ണം ടോട്ടൽ വരും. അവിടുത്തെ റെഡ് ബോൾ കിട്ടാനുള്ള ചാൻസ്, അവിടെ ടോട്ടൽ റെഡ് ബോൾ എത്ര ഉണ്ട്? 8ഉം 3ഉം കൂടെ കൂട്ടുമ്പോൾ 11. 11/25 അതായിരിക്കും ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്, 1 is asked to say a 2-digit number. What is the probability of it being a perfect square? അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരാൾ പറയുകയാണ്, ഒരു 2-digit നമ്പർ പറയാൻ പറയുന്നു. ആ 2-digit നമ്പർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആകാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം 2-digit നമ്പർ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 10ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എവിടം വരെ കാണാം? 10 തൊട്ട് 99 വരെയാണ് 2-digit നമ്പർ ഉള്ളത്. അപ്പം 10 തൊട്ട് 99 വരെ എത്ര നമ്പേഴ്സ് ആണ് ടോട്ടൽ ഉള്ളത്? അത് കണ്ടുപിടിക്കുന്ന എന്ത് ചെയ്താൽ മതി? 99ൽ നിന്ന് 10 കുറച്ചിട്ട് 1 കൂട്ടിയാൽ മതി. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എത്രയാണെന്ന് നമുക്ക് കിട്ടും. അതായത് ടോട്ടൽ നമ്പർ ഓഫ് 2-digit നമ്പർ എത്രയാണെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് 2-digit നമ്പേഴ്സ് എത്രയാണ്? 99 മൈനസ് 10 പ്ലസ് 1 ചെയ്യുക. 99ൽ നിന്ന് 10 കുറയ്ക്കുമ്പം 89. 89 പ്ലസ് 1 90. അപ്പോൾ ടോട്ടൽ നമ്പർ 90 എണ്ണമായിരിക്കും 2-digit നമ്പേഴ്സ് ടോട്ടൽ ഉള്ളത്. ഇനി അതിൽ പെർഫെക്റ്റ് സ്ക്വയർ, അയാൾ പറഞ്ഞ നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആകാനുള്ള ചാൻസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? പെർഫെക്റ്റ് സ്ക്വയർ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സംഖ്യയുടെ സ്ക്വയർ ആയിട്ട് വരുന്ന സംഖ്യകളെയാണ്. അതായത് ഇപ്പം ആദ്യത്തെ 2-digit വരുന്ന പെർഫെക്റ്റ് സ്ക്വയറിലെ ഫസ്റ്റ് നമ്പർ ഏതാണ്? 16. 4ന്റെ സ്ക്വയർ 16. 16 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. പിന്നെ നമുക്ക് പറയാം 25, അത് വേറൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. പിന്നെ 36, ഇതൊക്കെ 4ന്റെ സ്ക്വയർ, ഇത് 5ന്റെ സ്ക്വയർ, ഇത് 6ന്റെ സ്ക്വയർ. പിന്നെ 7ന്റെ സ്ക്വയറായ 49, 8ന്റെ സ്ക്വയറായ 64, 9ന്റെ സ്ക്വയർ 81, 10ന്റെ സ്ക്വയർ 100 ആണ്. അപ്പോൾ 3-digit ആയി പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, 6 എണ്ണം ഉണ്ട്. അപ്പോൾ പി ഓഫ് ഗെറ്റിംഗ് പെർഫെക്റ്റ് സ്ക്വയർ, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് പെർഫെക്റ്റ് സ്ക്വയർ, പെർഫെക്റ്റ് സ്ക്വയർ ഈക്വൽ ടു എത്രയായിരിക്കും? എത്ര എണ്ണം ആണുള്ളത്? 1, 2, 6 എണ്ണം. 6 ബൈ ടോട്ടൽ എത്രയാണുള്ളത്? 90 എണ്ണം. 6/90. അതിനെ നമുക്ക് ചെറുതാക്കാം. 6 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. 6നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 1, 90നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 15. അപ്പോൾ 1/15 ആയിരിക്കും ആൻസർ. അപ്പോൾ ഈ 3 പ്രോബ്ലംസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.